ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. കർത്താവായ യേശുക്രിസ്തു സുക്കാറിലെ കിണറ്റിനരികെ എത്തുന്നു. അവിടെ ശമരിയ സ്ത്രീയെ കണ്ടുമുട്ടുന്നു, അവളുമായിട്ട് സംഭാഷിക്കുന്നു. അതിനു മുമ്പ് ഭക്ഷണ സാധനം വാങ്ങുവാനായിട്ട് ശിഷ്യന്മാർ പട്ടണത്തിലേക്ക് പോയി. ആ സമയത്താണ് ഈ സ്ത്രീ വെള്ളം കോരുവാൻ വന്നതും കർത്താവളോട് സംഭാഷിക്കുന്നതും. അവള് കർത്താവായ യേശുക്രിസ്തു താൻ മശീഹയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ ഓടി പട്ടണത്തിലേക്ക് പോയി മറ്റുള്ളവരെ വിളിച്ചുകൊണ്ടുവരുവാനായിട്ട് പോയ ആ സംഭവമാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ശിഷ്യന്മാരെ മടങ്ങി വന്നിരിക്കുന്നു. ശിഷ്യന്മാര് പട്ടണത്തിൽ പോയി ഭക്ഷണ സാധനം വാങ്ങിക്കൊണ്ട് മടങ്ങി വന്നു. യേശുവിനോട് ഭക്ഷിപ്പാനായിട്ട് യേശുവിനോട് അപേക്ഷിക്കുന്നു. 31-ാമത്തെ വാക്യം, 30-ാമത്തെ വാക്യത്തില് അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്നു ശിഷ്യന്മാർ. അതിനിടയിൽ ശിഷ്യന്മാർ അവനോട് റബ്ബി ഭക്ഷിച്ചാലും എന്ന് അപേക്ഷിച്ചു. അതിന് അവൻ, നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ എനിക്കുണ്ട് എന്ന് അവരോട് പറഞ്ഞു. ആകയാൽ വല്ലവനും അവന് ഭക്ഷിപ്പാൻ കൊണ്ടുവന്നുവോ എന്ന് ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. നീ 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്തു വരുന്നുവെന്ന് നിങ്ങൾ പറയുന്നില്ലയോ? നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊൽ ഇതിൽ ഒത്തിരിക്കുന്നു. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. കർത്താവ് ശിഷ്യന്മാരോട് കർത്താവിന് ആഹാരം കൊണ്ടുവന്നു. വളരെ വഴി നടന്ന് ക്ഷീണിച്ചാണ് കർത്താവ് ഈ സുക്കാറിലെ കിണറ്റിന് അരികെ വന്ന് അവിടെ ഇരിക്കുന്നതും ഈ ശമരിയ സ്ത്രീയോട് കുടിക്കാനായിട്ട് ചോദിക്കുന്നതും. 6-ാമത്തെ വാക്യം, 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, അവിടെ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിൻ അരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. അപ്പോൾ നട്ടുച്ച സമയം. കർത്താവ് വളരെ നടന്ന് ക്ഷീണിച്ച് ആ കിണറിന് അരികെ ഇരിക്കുന്നു. കർത്താവിന് വിശപ്പും ദാഹവും എല്ലാം ഉണ്ടെന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആ സമയമാണ് ശിഷ്യന്മാർ ഭക്ഷണവും കൊണ്ട് വരികയും കർത്താവിനോട് ഭക്ഷണം കഴിപ്പാനായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നത്. എന്നാൽ കർത്താവ് അതിന് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, ആഹാരം വാങ്ങി വന്ന ശിഷ്യന്മാരോട് പറയുന്നത്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം എന്ന് പറയുന്നു. അപ്പോ കർത്താവ് അവരെ ഒരു ആത്മീകമായ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഭൗതികമായ ഭക്ഷണം അവർ കൊണ്ടുവന്നു. അത് കഴിപ്പാൻ വിശപ്പുണ്ട്, ദാഹമുണ്ട്, ക്ഷീണമുണ്ട്. എന്നാൽ നിങ്ങൾ അറിയാത്ത ആഹാരം എന്ന് എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന് കർത്താവ് പറയുമ്പോൾ അവർ വീണ്ടും ഭൗതികമായ ആഹാരത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഒരു തമ്മിൽ പറഞ്ഞു, നമ്മൾ ഇവിടെ ഇല്ലാത്ത സമയം ആരെങ്കിലും ഇവന് കഴിപ്പാൻ വല്ലതും കൊടുത്തുവോ എന്ന് തമ്മിൽ പറയുമ്പോൾ യേശു അവരോട് പറയുകയാണ്, നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഭക്ഷിപ്പാനുണ്ട് എന്ന് അവരോട് പറഞ്ഞു. അത് പറഞ്ഞപ്പോഴാണ് അവര് പറയുന്നത്, ഇവന് മറ്റു വല്ലവരും ഭക്ഷിപ്പാൻ കൊണ്ട് കൊടുത്തുവോ. എന്നിട്ട് ആഹാരം എന്താണെന്ന് കർത്താവ് പറയുകയാണ്, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. യേശു പറഞ്ഞു, മൈ ഫുഡ്, said Jesus, is to do the will of him who sent me and to finish his work. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ വേല തികയ്ക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ലാത്ത എന്റെ ആഹാരം എന്ന് പറയുന്നു. തീർച്ചയായിട്ടും ഭൗതിക ഭക്ഷണം മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമാണ്. എന്നാൽ കർത്താവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ആത്മീകമായ ആഹാരത്തെക്കുറിച്ചും ആത്മീകമായ സംതൃപ്തിയെക്കുറിച്ചുമാണ്. മനുഷ്യന്റെ ഭൗതിക ഭക്ഷണം അവന്റെ വിശപ്പ് അടക്കുന്നെങ്കിൽ ആത്മാവിന്റെ വിശപ്പടക്കുവാൻ നമുക്കറിയാം. ആവർത്തന പുസ്തകത്തില് പറയുന്നു,
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു എന്നുള്ള വാക്യം കർത്താവ് സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് സാത്താൻ യേശുവിനോട് പറയുമ്പോൾ കർത്താവ് ആവർത്തന പുസ്തകത്തിലെ ആ ഭാഗം ഉദ്ധരിച്ചാണ് പറയുന്നത്. അപ്പൊ ഭക്ഷണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് അവിടെ ചിന്തിച്ചിരിക്കുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. ഇവിടെ ആ കർത്താവ് പറയുന്നു ദൈവവചനം എന്ന് പറയുന്നത് അതനുസരിക്കുന്നതിലാണ് ഞാൻ എൻ്റെ വിശപ്പടക്കുന്നത്, എൻ്റെ സംതൃപ്തി കണ്ടെത്തുന്നത് എന്ന് പറയും. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നത് തന്നെ, ദൈവത്തിന്റെ ഹിതം അനുസരിക്കുന്നതാണ് എൻ്റെ ആഹാരം എന്ന് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു. നമുക്കറിയാം ദൈവത്തിന്റെ ഇഷ്ടം. അവരോട് പറയുന്നു നിങ്ങൾ അറിയാത്ത ആഹാരം, നിങ്ങൾ ആ ഇഷ്ടം അതെന്താണെന്ന് നിങ്ങൾ ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയുന്നത് നിങ്ങൾ അറിയാത്ത ആഹാരം. അപ്പോ ഇവിടെ ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിക്കുക എന്നുള്ളത്, ദൈവത്തിന്റെ വചനം നമ്മുടെ ആത്മാവിന്റെ ആഹാരമാണ്, അത് നാം ഭക്ഷിക്കണം. എന്നാൽ അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വചനം എന്ത് കൽപ്പിച്ചുവോ അത് നിവർത്തിക്കുന്നതാണ് എൻ്റെ ആഹാരം. എന്നെ അയച്ചവന്റെ ഇഷ്ടം അറിഞ്ഞ് അത് നിവർത്തിക്കുന്നതാണ് എൻ്റെ ആഹാരം എന്ന് കർത്താവ് ഇവിടെ പറയും. നമുക്ക് ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ദൈവവചനത്തിലെ പല ഭാഗത്തും പറയുന്നുണ്ട്. എന്നാൽ തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിക്കുന്നു ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്നാൽ ഇവിടെ ഇഷ്ടമെന്ന് പറയുന്നത് എന്താണ്? ദൈവം തന്റെ പുത്രനെ അയച്ചത്, പിതാവായ ദൈവം തന്റെ പുത്രനെ അയച്ച പർപ്പസ്, അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ആ വലിയ ലക്ഷ്യത്തിന് വേണ്ടി, ആ വലിയ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ആ ദൗത്യം നിറവേറ്റുന്നതാണ് എൻ്റെ ആഹാരം എന്ന് കർത്താവ് അവരോട് പറയുന്നു. ദൈവം തന്റെ പുത്രനെ അയച്ചത് എന്തിനാണ്? 3-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തില് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പറയുന്നു, 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവം ലോകത്തെ സ്നേഹിച്ചു, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുന്നു. 17-ാമത്തെ വാക്യം പറയുന്നു ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ലോകത്തെ വിധിപ്പാനല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നോട്ട് ടു കണ്ടം ദ വേൾഡ്, ലോകത്തെ നശിപ്പിക്കുവാനോ ശിക്ഷാവിധിയിൽ അകപ്പെടുത്തുവാനോ അല്ല ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. ഗോഡ് ഡിഡ് നോട്ട് സെൻഡ് ഹിസ് സൺ ഇൻ ടു ദ വേൾഡ് ടു കണ്ടം ദ വേൾഡ്, ലോകത്തെ കണ്ടം ചെയ്യുവാൻ, അത് ശിക്ഷാവിധിയിലേക്ക് ലോകത്തെ ശിക്ഷ വിധിച്ച് ലോകത്തെ തള്ളിക്കളയുവാനല്ല ദൈവം തന്റെ പുത്രനെ അയച്ചത്. പിന്നെ ബട്ട് ടു സേവ് ദ വേൾഡ് ത്രൂ ഹിം, യേശു ക്രിസ്തുവിലൂടെ പാപത്തിൽ ആണ്ടുപോയ, പാപത്തിന്റെ മാരക ശിക്ഷാവിധി വെയിറ്റ് ചെയ്യുന്ന, ആ മാരക ശിക്ഷാവിധി പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ജനത്തെ വിടുവിക്കുവാനായിട്ട്, അവനാൽ യേശുക്രിസ്തുവിനാൽ വിടുവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഫോർ ദാറ്റ് വെരി പർപ്പസ് ഗോഡ് സെൻഡ് ഹിസ് സൺ, ആ വലിയ രക്ഷാ പദ്ധതിക്കായിട്ടാണ് ദൈവം തന്റെ പുത്രനെ അയച്ചത്. ആ ഉദ്ദേശം തന്റെ പുത്രൻ നിറവേറ്റുമ്പോഴാണ്, ആ പുത്രന് ആ ദൗത്യം നിറവേറ്റുമ്പോഴാണ് ആത്മീക സംതൃപ്തി അവിടെ ലഭിക്കുന്നത്, ആത്മീക വിശപ്പ് അവിടെ തീരുന്നത് എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുക. ആ ഇഷ്ടം നിറവേറ്റുന്ന, എന്നെ അയച്ചവന്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ആഹാരം എന്ന് പറയും. കർത്താവായ യേശു ക്രിസ്തു കാൽവറി ക്രൂസിൽ മരിക്കുമ്പോൾ തന്റെ ആത്മാവിനെ, ആത്മാവിനെ പിതാവായ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒടുവിലായിട്ട് പറഞ്ഞ ഒരു വാക്കാണ്, ലാസ്റ്റ് ബട്ട് വൺ, ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ഇതാ എൻ്റെ ആത്മാവിനെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്നാണ്. അതിന് തൊട്ടു മുമ്പ് പറഞ്ഞത് ഇത് നിവൃത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ പ്രാണനെ, ആത്മാവിനെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നാം കാണുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിച്ചാല്, യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം,
യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 30 വാക്യത്തില് യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അതായത് കർത്താവ് മരണം വരിക്കുമ്പോൾ തന്റെ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞ വാക്കാണ് നിവർത്തിയായി. ഇംഗ്ലീഷിൽ പറയുന്നു ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഗ്രീക്കിൽ ആ വാക്കിന് പറയുന്ന ടെറ്റലസ്തായി എന്ന്. ടെറ്റലസ്തായി എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് ഇതാ ഞാൻ എൻ്റെ ആത്മാവിനെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുന്നു. അപ്പോ കർത്താവിന്റെ അവസാന ശ്വാസത്തിൽ കർത്താവ് തന്നെ ഏൽപ്പിച്ച പ്രവൃത്തി പൂർണ്ണമായിട്ട് നിവർത്തിച്ചു എന്ന് പറഞ്ഞാണ് കർത്താവ് തന്റെ പ്രാണനെ ആത്മാവിനെ പിതാവിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ടെറ്റലസ്തായി എന്ന വാക്ക് അതൊരു ഗ്രീക്ക് പദം. അതിനെക്കുറിച്ച് പറയുന്നത് ഒരു ജോലിക്കാരനെ ഒരു വീട്ടിലെ ജോലിക്ക് വന്നാൽ ആ വീടിന്റെ അവിടുത്തെ പണം കൊടുക്കുന്ന ആൾ അല്ലെങ്കിൽ യജമാനൻ ആ വ്യക്തിയോട് പറയും ഇന്നിന്ന ജോലികളൊക്കെ തീർക്കണം, ഇന്ന് സന്ധ്യയാവുമ്പോഴേക്കും ഇന്നിന്ന ജോലി തീർക്കുമ്പോഴാണ് നിനക്ക് കൂലി തരുന്നത് എന്ന് പറയും. ആ ജോലികളൊക്കെ കൃത്യമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോ സന്ധ്യയാവുമ്പോൾ തന്റെ വേല തീർത്തിട്ട് ആ ജോലിക്കാരൻ വന്ന് ആ യജമാനന്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയും ടെറ്റലസ്തായി എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ എന്നെ ഏൽപ്പിച്ച ജോലികളെല്ലാം ഞാൻ കൃത്യമായി ചെയ്തു തീർത്തു, ഇനിയും എനിക്ക് എന്റെ കൂലിക്ക് ഞാൻ അർഹതയുണ്ട് എന്ന് പറയുന്ന വാക്കാണ് ടെറ്റലസ്തായി. അതുപോലെ കർത്താവ് തന്റെ ഇഹലോകവാസം അവസാനിപ്പിക്കുമ്പോൾ തന്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് പിതാവായ ദൈവത്തോട് പറയുകയാണ് ടെറ്റലസ്തായി എന്ന് പറഞ്ഞാണ് തന്റെ ആത്മാവിനെ ഏൽപ്പിച്ച് കൊടുക്കുന്നത്. അപ്പോസ്തലനായ പൗലോസും ഇതുപോലെ തന്നെയാണ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസും ഇതുപോലെ തന്നെ പറയുന്നു. നമുക്കറിയാം പൗലോസ് തന്റെ 2ാമത്തെ കാരാഗ്രഹവാസത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ എഴുതിയ അവസാനത്തെ ലേഖനമാണ് തീമോഥെയോസിന് എഴുതിയ 2ാമത്തെ ലേഖനം. അവിടെ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇപ്പോൾ തന്നെ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ ഹാസ് കം. ചില ദിവസങ്ങൾക്കപ്പുറം പൗലോസിന്റെ തല വെട്ടും. അതിന് ഹി വാസ് അവൈറ്റിംഗ് ദാറ്റ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. തന്റെ തല ഉടലിൽ നിന്ന് വേർപെടുന്ന നിമിഷങ്ങൾ അടുത്തു. എന്റെ മടക്കയാത്രയുടെ സമയം വന്നിരിക്കുന്നു എന്നാണ് പറയുന്നത്. ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ ഹാസ് കം. എന്നാൽ അന്നേരം പറയുന്നത് എന്താണ്? ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. ഐ ഹാവ് ഫോട്ട് ദ ഗുഡ് ഫൈറ്റ്, ഫിനിഷ് ദ റേസ് ആൻഡ് കെപ്റ്റ് ദ ഫെയ്ത്ത്. യേശു കാൽവറിയിൽ തന്റെ ജീവനെ, പ്രാണനെ വിട്ടുകൊടുക്കുമ്പോൾ ഞാൻ സകലവും നിവൃത്തിയായി ഏൽപ്പിച്ച ജോലി ചെയ്തു എന്ന് പറഞ്ഞതുപോലെ അതുപോലെ പറഞ്ഞ് പോയ മറ്റൊരു മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. പൗലോസും പറയുന്നു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, എൻ്റെ മടക്കയാത്രയുടെ സമയം, ടൈം ഓഫ് മൈ ഡിപ്പാർച്ചർ ഹാസ് കം. ഞാൻ എൻ്റെ ജീവനെ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. എത്ര മനോഹരമായ ഒരു അന്ത്യമാണ്. നമ്മൾക്കും നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഇതുപോലെ പറയുവാനായിട്ട് കഴിയും. എന്നെ ഏൽപ്പിച്ച ജോലികൾ, ദൈവമേ എന്നെ ഈ ലോകത്തിലേക്ക് അയച്ചതിന്റെ അവിടുന്ന് എന്നെ കുറിച്ചുള്ള ഉദ്ദേശം എന്തായിരുന്നോ, അവിടുത്തെ ഹിതം എന്തായിരുന്നോ, ഞാൻ അതെന്റെ ജീവിതത്തിൽ നിറവേറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ ജീവിതം സംതൃപ്തിയോടെ പിതാവായ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയുമോ? കർത്താവായ യേശു ക്രിസ്തു തന്റെ ദൗത്യം തികച്ച്, വേല തികച്ച് നിവർത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. പൗലോസ് പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നല്ല പോർ പൊരുതു, ഇനി നീതിയുടെ കിരീടം എനിക്കായിട്ട് വെച്ചിട്ടുണ്ട്. പൗലോസ് പറയുകയാണ്, എനിക്ക് മാത്രമല്ല, ഇതുപോലെ ദൈവഹിതം തിരിച്ചറിഞ്ഞ്
ജീവിത ഓട്ടം പൂർത്തിയാക്കുന്ന എല്ലാവർക്കും ഇതുപോലെ ജീവിതത്തിൽ പറയുവാൻ കഴിയണം, ആ നീതിയുടെ കിരീടം എനിക്ക് മാത്രമല്ല, പൗലോസിന് മാത്രമല്ല, ആ ഓട്ടം തികയ്ക്കുന്ന, വിശ്വാസം കാക്കുന്ന, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകളെ ദൈവഹിതം തിരിച്ചറിഞ്ഞ് നിവർത്തിക്കുന്ന എല്ലാവർക്കും അത് പറയുവാനായിട്ട് കഴിയണമെന്നുള്ള ഒരു വലിയ ആഹ്വാനത്തോടെയാണ് പൗലോസ് അപ്പോസ്തലൻ തന്റെ ജീവിതം അവസാനത്തെ കത്ത് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ കർത്താവ് പറയുന്നത്, കർത്താവ് ഈ ആഹാരത്തെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് വേല തികയ്ക്കുന്നത് തന്നെ, പ്രവർത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം എന്ന് പറഞ്ഞു. അവിടുന്ന് പെട്ടെന്ന് കർത്താവ് കൊയ്ത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, കൊയ്ത് ധാന്യം ലഭിച്ചെങ്കിൽ മാത്രമേ ആഹാരം ഉണ്ടാക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. സോ ഫുഡ് ആൻഡ് ഹാർവെസ്റ്റ് ആർ ക്ലോസ്ലി കണക്റ്റഡ്. ഒരു ഹാർവെസ്റ്റിൽ നിന്നാണ് ഫുഡ് ഉണ്ടാകും, അല്ലേ? അപ്പൊ കർത്താവ് പറയുകയാണ്, ഇനി 4 മാസം കഴിഞ്ഞിട്ട് 35-ാം വാക്യം, നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നത് കാണും എന്ന് ഞാൻ നിങ്ങളോട് പറയും. അപ്പോ കർത്താവ് ഇവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഓപ്പൺ യുവർ ഐസ്. ചിലടത്ത് പറയുന്നുണ്ട് ലിഫ്റ്റ് അപ്പ് യുവർ ഹെഡ് ആൻഡ് ലുക്ക്. ഐ ടെൽ യു, ലിഫ്റ്റ് അപ്പ് യുവർ ഐസ് ആൻഡ് സീ ദ ഫീൽഡ്സ് ആർ വൈറ്റ് ഫോർ ഹാർവെസ്റ്റ് എന്നാണ് ESV-യിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാല് NIV-യിൽ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ യുവർ ഐസ് ആൻഡ് ലുക്ക് അറ്റ് ദ ഫീൽഡ്സ്, ദേ ആർ റൈപ്പ് ഫോർ ഹാർവെസ്റ്റ്. അപ്പോ തലപൊക്കി കണ്ണ് തുറന്ന് നോക്കുവാനായിട്ടാണ് കർത്താവ് ആവശ്യപ്പെട്ടത്. ഇവിടെ കർത്താവ് ആ ശമരിയക്കാരത്തി സ്ത്രീയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവള് ആ സംഭാഷണത്തിന്റെ മധ്യേ തന്നെ കർത്താവ് ഞാൻ മശീഹ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവള് വെള്ളം കോരുവാൻ കൊണ്ടുവന്ന കൂടം പാത്രം അവിടെ വെച്ചിട്ട് പട്ടണത്തിലേക്ക് പോയിരിക്കുക. പിന്നീട് നടന്ന കാര്യം എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ആ ശമര്യർ ഇങ്ങോട്ട് വരാനായിട്ട് പോവുകയാണ്. ഒരു കൊയ്ത്ത് അവിടെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. സോ ഹാർവെസ്റ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് പ്ലേസ് ഇമ്മീഡിയറ്റ്ലി. ഒരു പെട്ടെന്നൊരു കൊയ്ത്ത് അവിടെ സംഭവിക്കും. ആ കൊയ്ത്തെന്ന് പറഞ്ഞാൽ എന്താ? ആ കൊയ്ത്തെന്ന് പറയുന്നത് നിത്യജീവനിലേക്ക് ആളുകൾ കടന്നു വരുവാൻ വഴിയൊരുക്കുന്നതിനെ, നിത്യജീവനിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവരുന്നതിനെയാണ് കൊയ്ത്തെന്ന് ഇവിടെ കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നത് 4 മാസം കഴിഞ്ഞിട്ട് കൊയ്ത്ത് വരുന്നെന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷെ ഇപ്പം തന്നെ, റൈറ്റ് നൗ, ഓൾറെഡി ദ ഹാർവെസ്റ്റ് ഈസ് റൈപ്പ്. ഇപ്പം തന്നെ കൊയ്ത്തിന് നിലങ്ങൾ വിളഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ ശമര്യർ ഓടി വരുന്നു. ശമര്യർ പലരും അവനിൽ വിശ്വസിച്ചെന്ന് നമുക്ക് കാണുവാനായിട്ട്. ഒരുപക്ഷെ അവിടെയുള്ള വയലുകളിൽ കൂടി ആ ശമര്യക്കാരത്തി സ്ത്രീ വിളിച്ചു കൊണ്ടുവരുന്ന ശമര്യര് അവരുടെ പുറകെ ഒരു വലിയ കൂട്ടം ഇങ്ങോട്ട് വരികയാണ്. കർത്താവ് അതിന് തൊട്ട് മുമ്പായിട്ട് ഒരുപക്ഷെ അത് കണ്ടുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ശിഷ്യന്മാരോട് സംസാരിക്കുന്നത്. ഇത്രയധികം ആളുകൾ ഈ ശമര്യയില് ഒരു വലിയ കൊയ്ത്ത് നടക്കുവാനായിട്ട് പോവുക. ആ കൊയ്ത്തിനെ കുറിച്ച് കർത്താവ് പറയുന്നു. കർത്താവ് തൻ്റെ പ്രഭാഷണങ്ങളിലൊക്കെയും കൊയ്ത്തിനെ കുറിച്ച് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവ് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങൾ വായിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 37-38 വാക്യങ്ങൾ, കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം, ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പീൻ എന്ന് പറഞ്ഞു. ഹാർവെസ്റ്റ് ഈസ് പ്ലെന്റി, laborers are few, therefore ask the Lord of the harvest to send laborers to harvest. കൊയ്ത്തിലേക്ക് വേലക്കാർ വേണം, കൊയ്ത്ത് വളരെയുണ്ട്. നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം, നമ്മൾ പറയും, ഓ പറഞ്ഞിട്ടൊന്നും ഒരു ഗുണവും ഇല്ല, ആരും കേൾക്കാൻ പോകുന്നു. പക്ഷേ കർത്താവ് പറയുന്നത് കൊയ്ത്ത് വളരെയുണ്ട്. ഹാർവെസ്റ്റ് ഈസ് പ്ലെന്റി. തലമൊക്കെ നോക്കിയാലേ, കണ്ണ് തുറന്ന് നോക്കിയാലേ കൊയ്ത്ത് നിലം വിളഞ്ഞിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മൾ തല താഴ്ത്തി പിടിച്ച് മയക്കത്തിലാണ്. വെയ്ക്കപ്പ് എന്ന മറ്റൊരു ട്രാൻസ്ലേഷനിൽ പറയുന്നത് ഉണർന്ന് നോക്കാൻ പറയുക. നമ്മൾ ഒരു വ്യക്തിയെ കാണുമ്പം എങ്ങനെയാണ് അവനെ കാണുന്നത്? അവനെ കാണുന്നത് കർത്താവിനെ കൂടാതെ നിത്യതയിലേക്ക് പോകുന്ന ഒരുവനായിട്ടാണോ, അതോ കർത്താവിങ്കിലേക്ക് വന്ന് നിത്യജീവെങ്കിലേക്ക് നടന്നെടുക്കുന്ന ഒരുവനായിട്ടാണോ നാം ഒരു വ്യക്തിയെ കാണുന്നത്? 2 ഡെസ്റ്റിനേഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് നിത്യനാശത്തിലേക്ക് പോകുന്നവർ, ഒന്ന് നിത്യജീവെങ്കിലേക്ക് പോകുന്നു.
നമ്മൾ ഹൗ ഡു യു ഐഡന്റിഫൈ എ പേഴ്സൺ? നമ്മൾ ഒരു വ്യക്തിയെ എങ്ങനെയാ കാണുന്നത്? കർത്താവിനെ കൂടാതെ നാശത്തിലേക്ക് പോകുന്ന ഒരുവനെ കണ്ടാൽ നമുക്കൊരു ഹൃദയഭാരം ഉണ്ടാകും, നമുക്കൊരു വേദന ഉണ്ടാകും. അവനോട് എന്തെങ്കിലും വിധത്തില് ഈ ഗുഡ് ന്യൂസ്, ഈ സുവിശേഷം ഒന്ന് പങ്കിടുവാൻ എനിക്ക് കഴിയണേ എന്ന് പ്രാർത്ഥിക്കണം. തലപൊക്കി നോക്കണം, കണ്ണു തുറന്ന് നോക്കണം. കർത്താവ് പറയുകയാണ്, ഈ കൊയ്ത്തിന് ഒരു പ്രശ്നമുണ്ട്. നിലം കൊയ്ത്തിനെല്ലാം പാകമായി കഴിഞ്ഞാൽ പിന്നെ കൊയ്ത്ത് താമസിപ്പിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാം, നമ്മുടെ നാട്ടില് നെല്ലൊക്കെ, നമുക്ക് നെല്ലാണല്ലോ പരിചയം. നെല്ല് അതിലെല്ലാം വിളഞ്ഞു കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പം പിന്നെ താമസിപ്പിച്ചാൽ എന്തോ പറ്റും? നെല്ല് വീണുമ്പോ അതിലെ മണികളും വീണ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് കൊയ്ത്ത് താമസിപ്പിക്കാൻ പറ്റത്തില്ല. കൊയ്ത്തിന് വിളഞ്ഞിരിക്കുമ്പം തന്നെ കൊയ്യണം. അതിനുവേണ്ടി നമ്മൾ മാത്രമല്ല, വി ഷുഡ് ആസ്ക് ദ ലോർഡ് ഓഫ് ദ ഹാർവസ്റ്റ്. കൊയ്ത്തിന്റെ യജമാനനുണ്ട്. ആ യജമാനനോട് പറയണം, കർത്താവേ, ആളുകളെ അയക്കണം, എന്നെ കൂടെ അയക്കണം. ഞാൻ തന്നെ പോയാൽ പോരാ. നമുക്കറിയാം, കർത്താവ് പത്രോസിന്റെ പടകിൽ കയറി പടകിലിരുന്ന് ജനത്തോട് സംസാരിച്ചിട്ട് പത്രോസ് അപ്പം വലയൊക്കെ കഴുകി ഉണക്കാൻ തുടങ്ങാൻ. പത്രോസിനോട് പറഞ്ഞു, പത്രോസെ, ആഴത്തിലേക്ക് നീക്കി വല ഇറക്കാൻ പറഞ്ഞു, പടകിന്റെ വലത്ത് ഭാഗത്ത് വീശാൻ പറഞ്ഞു. പത്രോസ് പറഞ്ഞു, നാദാ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. എന്നാൽ ആഴത്തിലേക്ക് നീക്കി വല ഇറക്കിയപ്പോ പെരുത്ത മീൻ കൂട്ടം അകപ്പെട്ടു. അപ്പോ പത്രോസ് എന്താ ചെയ്തത്? അടുത്തുള്ള വള്ളക്കാരെ വിളിച്ചു, ഇതൊന്ന് വലിച്ചു കയറ്റാൻ ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞു. അതാ സത്യത്തിൽ പാർട്ട്ണർഷിപ്പിന്റെ ഗോസ്പൽ എന്ന് പറയും. സുവിശേഷത്തിൽ പങ്കാളിത്തം ആവശ്യം. നമ്മളെ കൊണ്ട് തന്നെ പണി നടക്കത്തില്ല. ഇത് വലിച്ചു കയറ്റാൻ മറ്റുള്ളവരുടെ സഹായം ആവശ്യം. ചുറ്റുമുള്ള പടകുകാരെ വിളിക്കണം. ഇന്നത്തെ ഒരു വലിയ പ്രശ്നം, ഞാൻ പിടിക്കുന്ന എനിക്ക് തന്നെയാ, എന്റെ പൂണി തന്നെ കിടക്കണം, അത് വേറെങ്ങും പോകരുത്. വേറൊരുത്തം വന്ന് ആ വിളവ് അനുഭവിക്കരുത്. വേറൊരുത്തനെ അതിൻ്റെ അത് ഉൾപ്പെടുത്തി അവൻ കുറെ കൊണ്ടുപോകും. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ആരവച്ചാലും നെല്ല് വെളുത്താവും. ആര് കർത്താവിനെ കുറിച്ച് പറഞ്ഞാലും, അനുകൂലമായിട്ട് പ്രതികൂലമായാലും കർത്താവിനെ അല്ലയോ പ്രസംഗിക്കുന്നത് എന്ന് പറയുന്നു ദൈവവചനം പറയുന്നത് നമുക്കറിയാം. പൗലോസും അത് തന്നെ പറയുന്നു, ഫിലിപ്പ് ലേഖനത്തിൽ പറയുന്നു, ചിലർ ഞാനിവിടെ കിടക്കുമ്പോ എനിക്ക് കൂടുതൽ പ്രയാസം വരുത്താൻ ചെയ്തിരുന്നു, എന്റെ ദണ്ഡനങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് ചെയ്യുന്നു. എങ്ങനെയായാലും കർത്താവിനെ അല്ലയോ പ്രസംഗിക്കുന്നത് പറയും. അതുകൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പിന്റെ ഗോസ്പൽ. അപ്പൊ തക്ക സമയത്ത് കൊയ്യണം. കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്ന നിലങ്ങൾ കണ്ടെത്തണം. കൊയ്ത്തിന്റെ യജമാനോട് പ്രാർത്ഥിക്കണം കൂടുതൽ ആളുകളെ അയക്കുവാനായി. ഇവിടെ കർത്താവ് പറയുന്നു, നിങ്ങൾ തലപൊക്കി നോക്കിയാൽ നിലങ്ങൾ ഇപ്പോൾ തന്നെ കൊയ്ത്തിന് വെളുത്തിരിക്കുന്നു കാണുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് വിളവ് കൂട്ടിവെക്കുന്നു. അപ്പൊ ഈ വിളവെന്ന് പറയുന്നത് എന്തോ? നിത്യജീവങ്കിലേക്ക് കടന്നു വരുന്ന ആത്മാക്കളാണ്, വ്യക്തികളാണ്, മനുഷ്യരാണ് ഈ വിളവെന്ന് പറയുന്നത്. എന്നാൽ ഈ വിളവുണ്ടാകണമെങ്കിൽ ഒരുത്തൻ വിതച്ചാലേ പറ്റത്തുള്ളൂ. ഒരു വിത നടക്കണം. ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത്, 38-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ ഞാൻ നിങ്ങളെ അയച്ചിരിക്കുന്നു. മറ്റുള്ളവർ അധ്വാനിച്ചു, അവരുടെ അധ്വാന ഫലത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു. അപ്പോ ഒരുപക്ഷെ യോഹന്നാൻ സ്നാപകൻ ഈ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്നു, അല്ലെങ്കിൽ ഇതിനടുത്ത മാനസാന്തര സുവിശേഷം അറിയിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ യോഹന്നാൻ വിതച്ചൊരു വിത്തുണ്ട്, അതവിടെ കിടപ്പുണ്ട്. ഇപ്പൊ ഈ ശമരിയാക്കാരത്തി വഴി ആളുകളെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഇന്ന് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അനേക ശമരിയർ അവനിൽ വിശ്വസിച്ചു. ഇത് തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അനേക ശമരിയാക്കാര് വിശ്വസിക്കുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോ ഒരു വിധ നടക്കണം. കർത്താവ് ഉപമ പറയുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഉപമ പറയുമ്പോൾ തന്നെ കർത്താവ് പറയുന്നു, വിത്തെന്ന് പറയുന്നത് ദൈവവചനം. വിതയ്ക്കുവാൻ പുറപ്പെട്ടവൻ, ദൈവവചനം പ്രസംഗിക്കുവാൻ പുറപ്പെട്ടവൻ വിതയ്ക്കുന്നു. ചിലത് വഴിയരികിൽ വീണു, അത് അന്നേരം തന്നെ പിശാച് കൊത്തിക്കൊണ്ടു പോകുന്നു. ചിലത് പാറസ്ഥലത്ത് വീണു, അത് കിളിച്ചു, പക്ഷെ വേരില് താഴോട്ടില്ലായാൽ ഉണക്കടിച്ചപ്പം, സൂര്യപ്രകാശം അടിച്ചപ്പോൾ ഉണങ്ങിപ്പോയി.
മറ്റ് ചില വിത്തുകൾ വീണത് എവിടെയാ? മുള്ളിനിടയിലാ വീണ്. അതും കിളിച്ചു. പക്ഷെ അത് മേപ്പോട്ട് വരാൻ ഈ മുള്ളൊന്നും സമ്മതിച്ചില്ല. ലോകത്തിന്റെ ചിന്തയും ധനമോഹങ്ങളും അതിനെ ഞെരുക്കി കളഞ്ഞു. അത് മുകളിലോട്ട് വരാൻ സമ്മതിച്ചു. ചിലത് നല്ല നിലത്ത് വീണു. അത് 30, 60, 100 മേനി ഫലം കായ്ച്ചു. അപ്പൊ ഓർക്കാനുള്ള ഒരു കാര്യം, ഈ വിത്ത് എവിടെ വീണാലും അല്ലേ, കൊത്തിക്കൊണ്ട് പോയതൊഴിച്ച് ബാക്കി 3 വിത്തും കിളിച്ചാൽ. പാറസ്ഥലത്ത് വീണതും കിളിച്ചു, മുള്ളിനിടെ വീണതും കിളിച്ചു, നല്ല നിലത്ത് വീണതും കിളിച്ചു. കാര്യം വിത്ത് മുള പൊട്ടാതിരിക്കുന്ന വിത്തല്ല. നിലത്ത് വീണാൽ അത് കിളിക്കും. ചിലയിടത്ത് നിലനിൽക്കത്തില്ലെന്ന് മാത്രമേ. ഇപ്പോഴത്തെ കാലത്ത് ഒരു വിത്തുണ്ടല്ലോ, ടെർമിനേറ്റർ സീഡ് എന്ന് പറഞ്ഞ്, മുളപൊട്ടാ വിത്ത് ഇല്ലേ? ചില രാജ്യങ്ങളിൽ നിന്ന് അത് ഇറക്കി ഒരു ഹാർവെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ആ വിത്തെടുത്ത് വീണ്ടും നമുക്ക് വിതയ്ക്കാൻ പറ്റത്തില്ല. കാര്യം അത് മുള പൊട്ടത്തില്ല. വീണ്ടും ആ വിത്ത് അവരോട് ചോദിച്ചാലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു വിത്തല്ല ദൈവം അതിനൊന്ന്. ഏത് ഹൃദയത്തിൽ വീണാലും, പിന്നെ പല ഹൃദയങ്ങളിൽ ഇത് വീഴുന്നതിന് മുമ്പ് സാത്താൻ വന്ന് പറക്കിക്കൊണ്ട് പോകും. കാരണം അവരുടെ ഹൃദയത്തിൽ സാത്താൻ അത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്. എന്നാൽ പാറസ്ഥലത്ത് വീണതുപോലും, മുള്ളിനിടയിൽ വീണതുപോലും അത് കിളിച്ചതായിട്ട് വളർന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്. അപ്പോൾ കർത്താവ് തുടർമാനമായിട്ട് വേദപുസ്തകത്തില് പലയിടത്തും ഈ കൃഷിയെക്കുറിച്ചുള്ള ഉപമയാണ് ദൈവവചനം വിതയ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരോട് പറയുന്നു, പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവം അത്രേ വളരുമാറാക്കിയത്. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ഞങ്ങള് അവന്റെ കൂട്ടുവേലക്കാർ. നിങ്ങൾ ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. വി ആർ കോ ലേബറേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. അപ്പൊ ഒരാൾ നട്ടു, പൗലോസ് നട്ടു, അപ്പൊല്ലോസ് നനച്ചു. അത് കൊയ്തെടുക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ ഒരുവൻ അധ്വാനിച്ചിട്ടില്ലാത്തത്, ഞാൻ നട്ടിട്ടില്ലാത്തത്, ഞാൻ നനയ്ക്കാത്തത് ചിലപ്പം കൊയ്തെടുക്കുവാൻ എനിക്ക് ഉണ്ടാവും. കൊയ്യുമ്പം കൊയ്ത് കിട്ടുമ്പോഴാ കൂടുതൽ സന്തോഷം, അല്ലെ? ഒരു ആത്മാവ്, ഒരു വ്യക്തി കർത്താവിങ്കിലേക്ക് വരുമ്പോൾ നാം മുഖേന അത് സാധിച്ചാൽ നമുക്ക് ഒത്തിരി സന്തോഷം. പക്ഷെ ആ വ്യക്തി വേറെ എവിടെയെങ്കിലും ഒരുപക്ഷെ ദൈവവചനം കേട്ടതായിരിക്കും, ഒരു വിധ എവിടെ നടന്നു കഴിഞ്ഞു കാണും. വേറെ ചിലര് അതിൻ്റെ അകത്ത് നനയ്ക്കാൻ ഉപയോഗിക്കപ്പെട്ട് കാണും. പക്ഷെ കൊയ്തെടുക്കാൻ നമ്മളെ ആയിരിക്കും നിയോഗിച്ചത്. പക്ഷെ ഒടുവിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് സന്തോഷിക്കും. വിതയ്ക്കുന്നവനും നനച്ചവനും കൊയ്തെടുത്തവനും ഒരുമിച്ച് സന്തോഷിക്കും. അതാ പറയുന്നത്, ഒരുത്തൻ കൊയ്യുന്നത് മറ്റൊരുത്തൻ ഒരുത്തൻ വിതയ്ക്കുന്നത് മറ്റൊരുത്തൻ ഒരുത്തൻ കൊയ്യുന്നു കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള പഴഞ്ചൊല്ലി ഇതില് ഒത്തിരിക്കുന്നു. 36-ാമത്തെ വാക്യം, വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കിലേക്ക് ഒരുമിച്ച് സന്തോഷിക്കും. വി വിൽ റിജോയ്സ് ടുഗദർ. അപ്പൊ ഇത് വിതയ്ക്കുമ്പോ എന്താണ്? വിതയ്ക്കുമ്പം സംഭവിക്കേണ്ടത് 125-ാം സങ്കീർത്തനം 5-6 വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. വിത്ത് ചുമന്ന് കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു, കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരും. വിത്ത് വിതയ്ക്കാൻ പോകുമ്പം കരഞ്ഞോണ്ടാ വിതയ്ക്കുന്നത്, വിതയ്ക്കുമ്പോൾ. എന്നാൽ കറ്റ ചുമന്ന് ആർത്തും കൊണ്ടുവരുന്നു. എന്നിട്ട് പറയുന്നു, കണ്ണുനീരോട് വിതയ്ക്കുന്നവർ ആർപ്പോടെ പോയി. പൗലോസ് അപ്പോസ്തലൻ എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ താൻ എഫെസോസിലെ മൂപ്പന്മാരെ മിലേത്തോസിലേക്ക് വിളിച്ചു വരുത്തി അവരോട് സംഭാഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ രാപ്പകൽ കണ്ണുനീർ വാർത്തുകൊണ്ട് നിങ്ങളിൽ ഓരോരുത്തനെ ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവീൻ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. അതിനു മുമ്പ് നാം വായിക്കുന്നുണ്ട്, പൗലോസ് കരഞ്ഞിട്ടാണ്, അവർ തമ്മിൽ കരഞ്ഞിട്ടാണ് അവിടുന്ന് പോരുന്നത്. വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ
സാക്ഷീകരിച്ചു എന്നും വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കണ്ണുനീരോടെ, അതിന്റെ മുകളിലായിരിക്കും പറയുന്നത്, കണ്ണുനീരോടെ ഞാൻ നിങ്ങൾ ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളും. പ്രിയമുള്ളവരെ, നമ്മൾ ഒരാളോട് സുവിശേഷം പറയുമ്പം അതിന്റെ പുറകിൽ ഒരു ഇച്ചിരി കണ്ണുനീര് ആവശ്യം. പ്രത്യേകിച്ച് ഈ കൊയ്ത്തിന് നിലം വിളഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഹാർവെസ്റ്റ് റൈപ്പ് ആകുന്നത്, അത് പാകമാകുന്നതിന് ദർ ഇസ് എ ഡിവൈൻ ടൈമിങ് ഫോർ ദ ഹാർവെസ്റ്റ്. ഒരു കൊയ്തെടുക്കാനുള്ള ഒരു ദൈവത്തിന്റെ ഒരു സമയമാണ്. ഒരാൾ സുവിശേഷം പറഞ്ഞു കേട്ടു, ഞാന് കണ്ടിട്ടുണ്ട്. ഞാൻ മധ്യപ്രദേശിൽ ഒരു മിഷൻ ഫീൽഡിൽ പോയപ്പോഴ് ഒരു വ്യക്തി സുവിശേഷം കേട്ടത്, അവിടെ വേറൊരു സ്ഥലത്ത് പണ്ടാരോ വന്ന് പ്രവർത്തിച്ചു പോയത് അന്ന് സുവിശേഷം കേട്ടതാ. പിന്നെ പക്ഷെ വേറൊരു കൂട്ടര് ചെന്നപ്പോഴാണ് ആ വ്യക്തി യഥാർത്ഥമായിട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയും കൂട്ടായ്മയിലേക്ക് കടന്നു വരികയും ചെയ്യും. അപ്പൊ അന്ന് കേട്ടത് കുറെ കാലം അവിടെ കിടന്നു, ഒരുപക്ഷെ ചാരം മൂടി കിടന്നെന്ന് പറഞ്ഞ പോലെ കിടന്നു. പിന്നീട് ഒരു അവസരം കൂടെ അവന് ലഭിച്ചു. അന്നേരമാണ് അത് കൊയ്തെടുക്കുന്നത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഡേവിഡ് ബ്രെയിനാർഡ് എന്ന് പറയുന്ന ആളാണ്, ചാൾസ് ഫിന്നിയും, ഇവരിൽ ആരോ ഒരാള് 25 വർഷം 4 പേരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. 4 പേരുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അദ്ദേഹം അങ്ങനെ പ്രാർത്ഥിച്ച് 5 വർഷം കഴിഞ്ഞപ്പോൾ ഒരാള് രക്ഷിക്കപ്പെട്ടു. മറ്റൊരുവൻ 10 വർഷം കഴിഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടു. ബാക്കി 2 പേര് അദ്ദേഹത്തിന്റെ മരണസമയം വരെ രക്ഷിക്കപ്പെട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഫ്യൂണറൽ നടക്കുമ്പോൾ, ശവസംസ്കാരം നടക്കുമ്പോൾ മറ്റൊരു വ്യക്തിയോട് രക്ഷിക്കും. അദ്ദേഹത്തിന്റെ ശവസംസ്കാരം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോൾ മറ്റൊരാളും രക്ഷിക്കപ്പെട്ടു. 4 പേർക്കും വേണ്ടി ഈ വ്യക്തി ഡേവിഡ് ബ്രെയിനാർഡാണോ ചാൾസ് ഫിന്നിയാണോ, ഞാൻ അടുത്ത കാലത്ത് വായിച്ചതാ, പേര് മറന്നുപോയി, പ്രാർത്ഥിച്ചു. പക്ഷെ ആ 4 പേരും കർത്താവിലേക്ക് വരുന്നത് കാണുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. 2 പേര് വരുന്നത് കാണാൻ കഴിഞ്ഞു. ഒരാൾ അദ്ദേഹത്തിന്റെ ശവം അടക്കുമ്പോഴാണ്, ഫ്യൂണറലിന്റെ സമയത്താണ് രക്ഷിക്കപ്പെടുന്നത്. മറ്റൊരാൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാരം കഴിഞ്ഞ്, മരണം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞപ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പോ വിതയ്ക്കുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കും, ഞാൻ പറഞ്ഞ സുവിശേഷം അല്ലെങ്കിൽ ഞാൻ അറിയിച്ചത് പ്രയോജനമില്ലാതെ പോയി എന്ന്. അതിന്റെ വിളവെടുപ്പ് കാണാൻ ഒരുപക്ഷെ നമ്മൾ കണ്ടില്ലെന്നിരിക്കും. എന്നാൽ വിളവെടുക്കുന്നത് മറ്റൊരാളായിരിക്കും, കാറ്റു നാർത്തും കൊണ്ടുവരും. പക്ഷെ ഒടുവിൽ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് നാം ചെയ്യുന്ന പ്രവൃത്തി, ഞാൻ അതാണ് മുമ്പേ പറഞ്ഞതിന്റെ കാരണം, ഈ വിത്ത് എവിടെ വീണാലും, നിലത്ത് വീണു പോയെങ്കിൽ അത് കിളിക്കും. പാറസ്ഥലത്ത് വീണാലും കിളിക്കും, മുള്ളിനിടെ വീണാലും കിളിക്കും, നല്ല നിലത്ത് വീണാൽ തീർച്ചയായും കിളിക്കും. വിത്ത് വിതയ്ക്കുന്നതിൻ്റെ അകത്ത് ഒരു ഇത് കിളിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഇത് പ്രയോജനം വരുന്നില്ല എന്ന് പറഞ്ഞ് ആർക്കും വിതയ്ക്കാൻ പറ്റത്തില്ല. വഴിയരികിൽ വീണാൽ, തറഞ്ഞ മണ്ണിൽ വീണാൽ അത് താഴെ മണ്ണിലേക്ക് ഇറങ്ങത്തില്ല. ആ നടന്ന് തറഞ്ഞ മണ്ണാണ് വഴിയരികെ എന്ന് പറയുന്നത്. അത് സാത്താൻ വന്ന്, കിളികൾ വന്ന്, പറവകൾ വന്ന് കൊത്തിക്കൊണ്ടുപോകും. പക്ഷെ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാനായിട്ട് അവസരം ഉണ്ടാകും. ഒരുത്തൻ വിതയ്ക്കുന്നു, മറ്റൊരാൾ കൊയ്യുന്നു. പക്ഷേ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കും. നിങ്ങൾ അധ്വാനിച്ചിട്ടില്ലാത്തത്, നിങ്ങൾ വിതച്ചിട്ടില്ലാത്തത്, നിങ്ങൾ നനച്ചിട്ടില്ലാത്തത് നിങ്ങൾക്ക് കൊയ്യുവാനായിട്ട് ഇടവരും. വിത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം പറയുന്നത്. മറ്റൊരു കാര്യം, നമ്മളൊരു വിത്ത് വിതച്ചാൽ, നമ്മൾ വിത്ത് വിതയ്ക്കുന്നു, അതിന് നിലം ഒരുക്കുന്നു, നനയ്ക്കുന്നു, അത് വളർന്നു വരുമ്പോൾ വളമിടുന്നു, ഇതൊക്കെ ചെയ്യുന്നു. എങ്കിലും അതിന്റെ വളർച്ചയിൽ ഈ നിലമൊരുക്കിയതും വിതച്ചതും നനച്ചതും നമ്മുടെ അധ്വാനമെല്ലാം അതിന്റെ ഫ്രൂട്ട് ബെയറിങ്ങിൽ, അത് ഫലം തരുന്നത് വരെയുള്ള സമയത്ത് 5% മാത്രമേ ആവൂ. ബാക്കി 95% എവിടുന്നാ സംഭവിക്കുന്നത്? ദൈവമാണ് അതിനെ വളരുമാറാക്കുന്നത്. സൂര്യപ്രകാശം നൽകുന്നു, തക്ക സമയത്ത് മഴ കൊടുക്കുന്നു, അതിന് വളർച്ച നൽകുന്നു. അതെല്ലാം ദൈവമാണ് ചെയ്യുന്നത്. 5% മാത്രമേ ഏത് കൃഷിയിലും മനുഷ്യന്റെ എഫേർട്ട് ഉള്ളൂ, മനുഷ്യന്റെ പ്രയത്നമുള്ളൂ. 95% ദൈവത്തിന്റെ പ്രവർത്തനം. നമ്മൾ സുവിശേഷ വേലയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇത് നാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. മാത്രമല്ല, ദൈവത്തിന് ഹാർവസ്റ്റിന്റെ ഒരു ടൈമിങ് എല്ലായിടത്തും ഒരുപോലെ ഹാർവസ്റ്റ് ആകത്തില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ
രണ്ടാമത്തെ മിഷണറി യാത്രയിൽ, ഞാൻ ആ ഭാഗങ്ങള് പറയുന്നത് എടുക്കുന്നില്ല സമയ ചുരുക്കം കൊണ്ട്. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ എഫസോസിലേക്ക് അല്ലെങ്കിൽ ഏഷ്യ മൈനറിലേക്ക് പോകുവാൻ, ആസിയയിലേക്ക് പോകുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നു. പൗലോസ് അതിന് മുസ്യ കടന്ന് ബിഥുന്യയിൽ എത്തി. ബിഥുന്യയിൽ നിന്നും പിന്നെ ത്രോവാസിൽ വരുന്നു. അങ്ങോട്ടെങ്ങും പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് സമ്മതിക്കുന്നില്ല എന്ന് വായിക്കുന്നു. യേശുവിന്റെ ആത്മാവ് അവരെ സമ്മതിച്ചില്ല എന്ന് നാം വായിക്കുന്നുണ്ട്. എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടായിക്കണം. പക്ഷെ ത്രോവാസിൽ വരുമ്പോഴാണ് രാത്രി ദർശനത്തിൽ മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ ആ രാത്രി ദർശനത്തിൽ പൗലോസിനോട് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് പറയുന്ന ദർശനം കാണും. അങ്ങനെ പൗലോസ് സുവിശേഷവുമായിട്ട് മാസിഡോണിയയിലേക്ക് അഥവാ യൂറോപ്പിലേക്ക് കടന്നു പോകും. അങ്ങനെ രണ്ടാം മിഷണറി യാത്രയിലാണ് ആദ്യമായിട്ട് യൂറോപ്പിലേക്ക് സുവിശേഷം എത്തുന്നത്. കാരണം ആ സമയത്ത് സുവിശേഷത്തിനായിട്ട് കൊയ്ത്തിനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന നിലം എവിടെയാണ്? ഫിലിപ്പിയ, തെസലോനിക്ക, ബെരോവ മുതലായ സ്ഥലങ്ങളാണ്. യൂറോപ്പാണ് ആ സമയത്ത് ഒരുങ്ങിയിരിക്കുന്നത് സെക്കൻഡ് മിഷണറി ജേണിയിൽ. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 10 വർഷം കഴിഞ്ഞാണ് മൂന്നാമത്തെ മിഷണറി യാത്രയിൽ താൻ എവിടെ പോകാൻ ആഗ്രഹിച്ചിരുന്നോ അവിടെ എഫസോസിലേക്ക് എത്തുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായം. ആ എഫസോസിൽ 3 വർഷം പ്രവർത്തിക്കും. അവിടെ വലിയൊരു പ്രവർത്തനം നടക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, അങ്ങനെ അത് 2 സംവത്സരത്തോളം നടക്കുകയാൽ ആസിയയിലുള്ള യഹൂദന്മാരും യവനന്മാരും എല്ലാം ദൈവത്തിന്റെ വചനം കേൾപ്പാൻ ഇടയായി. രണ്ടാം മിഷണറി യാത്രയിൽ എങ്ങോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സമ്മതിക്കാതിരുന്നുവോ ആ സ്ഥലത്തേക്ക് പോകുവാൻ 10 വർഷത്തിന് ശേഷം മൂന്നാമത്തെ മിഷണറി യാത്രയിൽ പൗലോസിന് കഴിഞ്ഞു. കാരണം മൂന്നാമത്തെ മിഷണറി യാത്രയുടെ സമയത്താണ് എഫസോസ് സുവിശേഷത്തിനായി ഒരുങ്ങിയിരിക്കുന്നത്, കൊയ്ത്തിനായിട്ട് ആ നിലം വിളഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ സമയത്ത് ഫിലിപ്പിയ, തെസ്ലോനിക്ക, ബെരോവ ആ സ്ഥലങ്ങളും പിന്നെ കൊരിന്ത്, ഏതൻസ് ആ സ്ഥലങ്ങളിലാണ് പ്രവർത്തനം. അപ്പോ ദർ ഈസ് എ ഡിവൈൻ ടൈമിംഗ് ഫോർ ദ ഹാർവസ്റ്റ്. അപ്പൊ കൊയ്ത്തിന് ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു. അത് തലപൊക്കി നോക്കണം, കണ്ണ് തുറന്ന് നോക്കണം, ദൈവത്തോട് ആലോചന ചോദിക്കണം. ഞാൻ എങ്ങോട്ടാ പോകേണ്ടത്, എവിടെയാണ് പോകേണ്ടതെന്ന് ചോദിക്കും. എന്നാൽ എല്ലാ ഇതിനു വേണ്ടിയും പ്രാർത്ഥിക്കണം, കണ്ണുനീരോടെ വിതയ്ക്കണം. ഒരുപക്ഷെ നാം അതിന്റെ വിളവ് കണ്ടില്ലെങ്കിൽ പോലും ഒടുവിൽ വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു സുദിനം കർത്താവ് ഒരുക്കും. ഞാൻ നട്ടിട്ടില്ലാത്തത്, ഞാൻ അധ്വാനിച്ചിട്ടില്ലാത്തത് കൊയ്യുവാൻ എനിക്കിടയാകും. അത് മറ്റൊരുവൻ നട്ടതും മറ്റൊരുവൻ വിതച്ചതും മറ്റൊരുവൻ അധ്വാനിച്ചതുമായിരിക്കാം. പക്ഷെ കൊയ്യുവാൻ ദൈവം എന്നെ ഒരുക്കും. അപ്പോ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് കർത്താവിന്റെ വേല, കർത്താവ് അയച്ച ആ ദൗത്യം നിയോഗിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് പറയുന്നത്. പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം, നാശത്തിലേക്ക് കൂത്തുന്ന അനേക ആത്മാക്കളെ വീണ്ടെടുക്കാൻ, വിടുവിപ്പാൻ, സുവിശേഷവുമായി കടന്നു ചെല്ലുവാൻ ഉള്ളൊരു വലിയ നിയോഗം. അതായിരിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ ആഹാരം എന്ന് പറയും. ദൈവത്തിന്റെ വചനം നാം ഗ്രഹിക്കുക, വിശുദ്ധിയോടെ ജീവിക്കുക, സുവിശേഷം അറിയിക്കുക. ആ ദൗത്യം എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ വേല തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. അതേ ആഹാരമാണ് നമ്മുടെ ആത്മാവിന്, നമുക്ക് നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ഫലം. ബാക്കി ഇവിടുന്ന് ഒന്നും നാം കൊണ്ടുപോകില്ല, നിത്യതയിലേക്ക് കൊണ്ടുപോകും. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് 40-ാം സങ്കീർത്തനത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടും. നമ്മുടെ പ്രിയം എന്തിനാണ്? ദൈവത്തിന്റെ ഇഷ്ടം. ചിലരെ കൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക. പലപ്പോഴും ഇന്ന് കാണുന്ന ഒരു കാര്യം, നാം പല കാര്യങ്ങളിൽ ഏർപ്പെടും. ഞാൻ ചിലപ്പോഴൊക്കെ എങ്കിലും വിചാരിക്കും, ആത്മീയ പ്രവർത്തനം എന്ന്, പ്രത്യേകിച്ചും ഞാൻ ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, ജോലിയൊക്കെ കഴിഞ്ഞ് ഗൾഫിലോ അല്ലെങ്കിൽ മറ്റ് സെക്യുലർ ജോബോ ഒക്കെ കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് കർത്താവിന്റെ വേല ചെയ്യണം, സുവിശേഷ വേല ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമായിട്ട് വരും. അവർ പള്ളിയിലൊക്കെ വന്ന് ഇടപെടുമ്പം പള്ളിയിലുള്ളവർ അവരെ പിടിച്ച് എന്തെങ്കിലും ഒരു ജോലി അങ്ങ് കൊടുക്കും, അവിടുത്തെ ഏതെങ്കിലും ഒരു ചുമതല കൊടുക്കും. പിന്നെ അവിടുത്തെ മരാമത്ത് പണിയിലായിരിക്കും അവര് ഉൾപ്പെട്ടു പോകുന്നു. ഒന്നീ പള്ളിയുടെ റിനോവേഷൻ, പാരിഷ് ഹോളിന്റെ പണി, അല്ലെങ്കിൽ ചുറ്റുപാട് ടൈൽസ് ഇടുന്ന പണി, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്ഥലം വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അങ്ങ് ഇടപെട്ടു. അതൊന്നും തെറ്റാണെന്ന് പറയുന്നില്ല, പക്ഷേ അതൊക്കെ സുവിശേഷ വേലയാണെന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്.
നമുക്ക് ആത്മാവിൽ ഒരു സംതൃപ്തി ലഭിക്കുന്ന, ആത്മാവിന്റെ ആഹാരമായി തീരുന്നത് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നതാണ്. വാരൻ വി എസ് ബേ എന്ന് പറഞ്ഞ ദൈവദാസൻ ഇപ്രകാരം പറയുന്നു: ഇഫ് വാട്ട് വി ആർ ഡൂയിങ് tears us down instead of builds us up, then we may well question whether it is the will of God for us. നാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ശുശ്രൂഷകളും ജോലികളും നമ്മെ ആത്മീകമായി വളർത്തുന്നതിന് പകരം തളർത്തുന്നതാണെങ്കിൽ ആ ശുശ്രൂഷകൾ നമ്മെക്കുറിച്ചുള്ള ദൈവഹിതമായോ ആണോ എന്ന് നാം ന്യായമായി സംശയിക്കണം. അല്ലെങ്കിൽ നമ്മോട് തന്നെ ചോദിക്കണം, ഇതാണോ ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? ഞാൻ ഇവിടെ വന്ന് കുറെ കണക്ക് എഴുതാനോ കുറെ കെട്ടിടം പണിയിക്കാനോ അല്ലെങ്കിൽ കുറെ പണികൾ ചെയ്യാൻ ആണോ? അതാണോ ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? അതിൻ്റെ അകത്ത് ഇടപെട്ട് വലഞ്ഞു പോകുവാനാണോ ദൈവം എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? അതോ കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ടാണ്? നാം ഇപ്പൊ ചെയ്യുന്ന പല ശുശ്രൂഷകളും നമ്മെ തളർത്തുന്നതാണെങ്കിൽ, ആത്മീയമായ ഒരു സംതൃപ്തിയും ഉത്തേജനവും തരുന്നതിന് പകരം നമ്മെ തളർത്തുന്നതാണെങ്കിൽ, പ്രിയമുള്ളവരെ, നാം ന്യായമായിട്ട് ചോദിക്കണം, വെദർ ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഫോർ മീ, ഇത് ദൈവത്തിന് എന്നെ കുറിച്ചുള്ള ഇഷ്ടമാണോ എന്ന് ചോദിക്കും. പലർക്കും വലിയ ഉത്സാഹം ഉണ്ട്, എന്നാൽ ആ ഉത്സാഹം പലപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിൽ നിന്ന് മറ്റു പല കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ തിരിച്ചു വിടുവാൻ പിശാച് എപ്പോഴും ശ്രമിക്കും. അതിൽ നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. മാത്രമല്ല, ഇവിടെ ആ ശമരിയാക്കാരത്തിക്കുണ്ടായ ആ ഉത്സാഹം നമുക്കും ഉണ്ടാകണം. അവൾക്ക് കർത്താവിനെ തിരിച്ചറിഞ്ഞപ്പോൾ, യേശു ക്രിസ്തു യേശു മശിഹയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, അവൾ ആ പാത്രം വെച്ചേച്ച് നഗരത്തിലേക്ക് ഓടുന്നു, പട്ടണത്തിലേക്ക് ഓടുന്നു. ഒരുപക്ഷെ അവിടെ ചെല്ലുമ്പോൾ അവൾ ഇത് പറയുമ്പോൾ പലരും അവളെ പരിഹസിക്കുക, നിന്റെ ജീവിതം നീ ഇത്രയും കാലം ഇങ്ങനെ ജീവിച്ചെന്നറിയാം, നീ എന്തോ സുവിശേഷമാണ് ഇപ്പൊ പറയുന്നത് എന്ന് അവളോട് ചോദിച്ചേക്കാം. അവൾ അതൊന്നും ഭയപ്പെടുന്നില്ല. അവൾ ഓടിച്ചെന്ന് അനേകരെ വിളിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് വരും. അത് അനേക ശമര്യർ അവളിൽ കർത്താവിൽ വിശ്വസിപ്പാനായിട്ട് കാരണമായി. പ്രിയമുള്ളവരെ, നമുക്ക് അങ്ങനെ ഒരു ഉത്സാഹമുണ്ടോ? കർത്താവിനെ കുറിച്ച് പറയുവാൻ, അറിയിപ്പാൻ നമുക്കൊരു ഉത്സാഹമുണ്ട്. നമ്മുടെ ഉത്സാഹം തന്നെ പല നിലകളിലേക്ക് പിശാച് വഴി തിരിച്ചു വിട്ടേക്കാം. എന്നാൽ എന്നെ അയച്ചവന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിക്കുന്നതാണ് എൻ്റെ ആത്മാവിന്റെ ആഹാരം, എനിക്ക് അതാണ് ആത്മീയ തൃപ്തി നൽകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിപ്പാൻ, ദൈവഹിതം, കർത്താവെ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് ചെയ്യുവാനായിട്ട്, ആ ശുശ്രൂഷയിൽ ഉൾപ്പെടുവാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് തന്റെ പുത്രനെ കുറിച്ചുള്ള ഇഷ്ടം തന്നെ നമ്മെക്കുറിച്ചുള്ള ഇഷ്ടമാണ്. അവന്റെ ഹിതം തിരിച്ചറിയുക. ഞാൻ എവിടെ പ്രയോജനപ്പെടണം, എങ്ങനെ ചിലരെങ്കിലും കർത്താവിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനായിട്ട് എനിക്ക് കഴിയും, ചില ജീവിതങ്ങളെ നിത്യജീവനിലേക്ക് ആനയിപ്പാൻ ദൈവമേ എന്നെ ഉപയോഗിക്കണമേ, അനേക വേദനിക്കുന്ന, അനേക ഭാരപ്പെടുന്ന ജീവിതങ്ങളിലേക്ക് കടന്നു എന്ന് അവരെ നിത്യജീവനിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാൻ, നിത്യജീവന്റെ രക്ഷയുടെ സുവിശേഷം വരെ അറിയിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എവരെയും സഹായിക്കുമാറാകട്ടെ.